നമസ്കാരം, രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഓട്ടട, മലപ്പുറംകാരുടെ ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചിക്കൻ കറിയുടെയും അതുപോലെ മീൻ കറിയുടെയും വെറും ചമ്മന്തിയുടെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചരി നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം 1.5 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിലിടുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് 2-3 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം. നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. അരി കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി മാത്രം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു തൽക്കാലം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് പോകരുത്, കാരണം ലൂസായാൽ നമുക്ക് അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് തിളച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച വെള്ളം വേണം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താലാണ് നമുക്ക് ഓട്ടട പെർഫെക്റ്റ് ആയിട്ട് നന്നായി പൊന്തി കിട്ടുള്ളൂ. പിന്നെ അതിൽ മുട്ടയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഓവർ ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഇനി ബാക്കി 1/2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സ് ആക്കിയപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങ മുഴുവനായിട്ട് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ടേസ്റ്റിനനുസരിച്ച്. ഞാനിപ്പോൾ തൽക്കാലം ചുവന്നുള്ളി ചേർക്കുന്നില്ല. തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ ഞാൻ മുഴുവനായിട്ട് ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഇനി ഉപ്പ് മാത്രമേ ചേർക്കാനുള്ളൂ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരയ്ക്കണ സമയത്ത് ഉപ്പ് ചേർക്കാത്തത് നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്ന സമയത്ത് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടണ്ട എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അത് ഒരു അരമണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതായത് 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ സാധാരണ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റായി പൊന്തി വരും. അതുകൊണ്ട് മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുകാരനാണ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. കാരണം നമ്മൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഒന്ന് വേവിക്കുന്ന സമയം കൊണ്ടൊക്കെ നമുക്ക് ഇത് പാകത്തിന് ആയി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓയിലൊന്നും തൊടാതെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു പത്തിരി ചട്ടിയിലാണ്. അപ്പോൾ ആ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടാക്കണം. അപ്പോൾ ഇത് മയക്കിയത് ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ടിട്ടാണ് മയക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അടച്ചു വെച്ചിട്ട് വേവിക്കുന്ന സമയത്താണ് അതിൻ്റെ ബബിൾസൊക്കെ വന്നിട്ട് അത് നന്നായിട്ട് പൊന്തി വരിക. അപ്പോൾ ഉള്ളും അതുപോലെ പുറമേയും ഒക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് ഇതേപോലെ ആദ്യത്തെ തന്നെ നല്ല പൊന്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചട്ടിയിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു ചട്ടിയല്ല ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കഞ്ഞിവെള്ളം, തണുത്ത പുളിച്ച കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു വെച്ചാൽ നമുക്കത് നന്നായിട്ട് അപ്പം അടി പിടിക്കാതെ തന്നെ കിട്ടും. എപ്പോഴും ഈ ഓട്ടട എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. കാരണം അത് ഒട്ടും എണ്ണ ചേർക്കാത്തതാണ്. പിന്നെ
നമ്മൾ ഇങ്ങനെ ഒരു അടിയിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ രീതിയിലാണ് ഈ അപ്പം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഇതൊന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി വരുന്നതിനനുസരിച്ച് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടാനും അതുപോലെ തന്നെ നല്ല പൊന്തി വരാനും ഒക്കെ ഉണ്ടാവും. ആ പൊന്തി വരികയൊക്കെ ചെയ്യും. ഇതേപോലെ കണ്ട നന്നായിട്ട് പൊന്തി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാവും ഇതേപോലെ അപ്പാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ അതുപോലെ മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അപ്പമാണ് കേട്ടോ അത്. അങ്ങനെ ഞാൻ മുഴുവൻ അപ്പൂങ്ങി ചുട്ടെടുക്കാൻ പോവാണ്. പിന്നെ ഞാൻ ഒരു കോമ്പോ കൂടെ പറയാൻ മറന്നു. അതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ തേങ്ങ ചമ്മന്തി അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ അപ്പം മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മുട്ട ചേർത്ത് സ്ഥിരം ഉണ്ടാക്കുന്നവരും മുട്ട ചേർക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്തവരേക്കും ബൈ ബൈ.